BJP-യിലേക്ക് മാറിയ നേതാക്കന്മാര്. ആഹാ, ഇതിപ്പോ ഇന്നെങ്ങാൻ തീരുമെന്തോ. ഈ വിഷയം എടുക്കുമ്പോഴേ ഇത് സിമ്പിൾ അല്ലേ എന്ന് തോന്നി എനിക്ക്. നമ്മളെ നന്ദന സിനിമയിലെ കുമ്പിടിന്റെ അവസ്ഥയായിരുന്നു. ഓ, ക്യാൻ യു ഗസ് ഗൈസ്? കഷ്ടം തന്നെ അല്ലേ? ഓ, കാരണം ഈ ലിസ്റ്റ് അത് അങ്ങനെ ഇങ്ങനെ ഒന്നും തീരൂലല്ലോ. എന്തായാലും ചിലവരിത് പറയാം, ചിലവരിത് മാത്രം. മുൻ കോൺഗ്രസ് മന്ത്രിമാരായ അശോക് ചവാൻ, അമരീന്ദർ സിംഗ്, SM കൃഷ്ണ, ദിഗംബർ കാമത്ത്, വിജയ് ബഹുഗുണ, N കിരൺ റെഡ്ഡി, ND തിവാരി, അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ കുറെ ടീംസ് BJP-യിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ തപ്പിയെടുക്കാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കുമ്പിടിന്റെ അവസ്ഥയാവും ഗൈസ്. ലൈഫ് വെച്ച് ആരെല്ലാം റിസ്ക് എടുക്കോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഇത്തിരി ഫ്ലാഷ് ബാക്ക് ആയാലോ? ഗോവയിൽ 10 വിമത കോൺഗ്രസ് നിയമസഭാ അംഗങ്ങൾ ദേശീയ തലസ്ഥാനത്തെ ആസ്ഥാനത്ത് JP നദ്ദയുടെ സാന്നിധ്യത്തിൽ BJP-യിൽ ഔദ്യോഗികമായി ചേർന്നിരുന്നു. കുറെ മുമ്പത്തെ കഥയാണ്. അതിനു മുമ്പ് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും 1-2 നിയമസഭാംഗങ്ങളും BJP-യിലേക്ക് ചാടിയിരുന്നു. സ്വാഭാവികം. ഇനി വേറെ ട്വിസ്റ്റ് ഉണ്ട്. അങ്ങനെ നേതാക്കന്മാര് മാത്രം കൂറുമാറിയ ഒരു ത്രില്ലില്ലല്ലോ. തെലങ്കാനയിലെ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ BJP-യിൽ ചേർന്നിരുന്നു. ഇതും പഴയ കഥയാണ്, ഫ്ലാഷ് ബാക്കായി. അതുപോലെ തന്നെ 10 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരികയും ചെയ്തു. ആഹാ, അത്ഭുതമായല്ലോ. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു വ്യക്തിയുടെ ഏറ്റവും കുറഞ്ഞ സമയങ്ങളിൽ ഒന്നായിരിക്കും ഇത്. തെലങ്കാനയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് C ദാമോദർ രാജ നരസിംഹയുടെ ഭാര്യ പത്മിനി റെഡ്ഡി രാവിലെ കോൺഗ്രസിലും ഉച്ചയോടെ BJP-യിൽ ചേരുകയും ചെയ്തു. അത് മാത്രല്ല, രാത്രി 9 മണിക്ക് ശേഷം കോൺഗ്രസിൽ തിരിച്ചു വരികയും ചെയ്തു. PT ഉഷ ഓടും ഇതുപോലെ? നിങ്ങൾ പറ. ഹെമ്മേ, ഇത് കേൾക്കുന്ന PT ഉഷ ഇക്കിനെ ഓടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഓൾറെഡി BJP-ന്റെ MP ആണെന്ന്. അത് പോട്ടെ, ഇവരെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ വിഷയം മാറി ഇങ്ങനെ പോവും. അത് പോട്ടെ. പറഞ്ഞു വന്നത്, ശ്രീമതി റെഡ്ഡിയുടെ ഭർത്താവ് C ദാമോദർ രാജ നരസിംഹ N കിരൺകുമാർ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിൽ അവിഭക്ത ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. ആഹാ, അതേതായാലും നന്നായി. തെലങ്കാന തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചുമതലക്കാരനൊക്കെ ആയിരുന്നു അദ്ദേഹം. എന്നിട്ടും ഭാര്യ പാർട്ടി മാറിയത് നാണക്കേടല്ലേ? രാജനരസിംഹയുടെ സീനിയോറിറ്റി കണക്കിലെടുത്ത് റെഡ്ഡിയുടെ ഭാര്യ BJP-യിലേക്ക് മാറിയത് കോൺഗ്രസിന് മൊത്തത്തിലൊരു നാണക്കേടായിരുന്നു. സ്വാഭാവികം. സോ ബാഡ് അല്ലേ? അരുണാചൽ പ്രദേശിലെ കാര്യമാണ് പൊളി. 44 കോൺഗ്രസ് MLA-മാരിൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡു 43 MLA-മാരെ കൂട്ടി ഒരൊറ്റ പോക്കാണ് BJP-യിലേക്ക്. നമ്മളെ മിന്നൽ മുരളി പോവോ ഇത്ര സ്പീഡിൽ? നോ വേ. 44 ആൾക്കാരുടെയും കാര്യം വളരെ റിസ്ക് അല്ലേ? അതുകൊണ്ട് മുഴുവൻ ഇവിടെ പറയില്ല. അതുപോലെ കമൽനാഥിന്റെ കാര്യം കണ്ടറിയണം കോശി. ചിലപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും മൂപ്പര് BJP-യിലേക്ക് ചാടിയിട്ടുണ്ടാവും. ചാടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ സ്ഥാനമൊന്നും കൊടുക്കാത്തോണ്ട് കമൽനാഥ് രാജിവെച്ച് ഇപ്പം ചാടും എന്ന് പറഞ്ഞൊരൊറ്റ നിപ്പല്ലേ. ചിലപ്പോ മോനും കൂടെ ചാടാൻ സാധ്യത ഉണ്ട്. അച്ഛനും മോനും കൂടെ കയറും പൊട്ടിച്ച ഒരൊറ്റ നിപ്പാണ് ഗൈസ്. ഇതൊക്കെ എന്ന് അവസാനിക്കുമെന്തോ, അല്ലെങ്കിൽ ഇവരെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. ദേശീയ രാഷ്ട്രീയം മാത്രം നോക്കിയാൽ മതിയോ? ഒരു വെറൈറ്റിക്ക് കേരളത്തിലെ കാര്യം ഒന്ന് നോക്കിയാലോ? വരൂ, കേരളത്തിലേക്ക് വരൂ. NK പ്രേമചന്ദ്രനാണ് ഇവിടുത്തെ താരം. കുമ്പക്കുടി സുധാകരൻ പണ്ട് പറഞ്ഞതുപോലെ BJP-യിലേക്ക് പോവാൻ സാധ്യത ഉണ്ടെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും മോദി ചോറിനാൻ വിളിച്ചാൽ പോയിട്ട് ഉണ്ടിട്ട് വരണം. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. വിളിച്ചത് ആരാ? പ്രധാനമന്ത്രി അല്ലയോ? ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഇന്നത്തെ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ നാളത്തെ സംഖ്യകളാണല്ലോ. പണ്ടാരോ പറഞ്ഞ പോലെ നല്ലോണം ഒന്ന് നോക്കിയാല് കാക്കി ട്രൗസർ കാണാവുന്നതേ ഉള്ളൂ. അല്ല പിന്നെ. ഇനി ബാക്ക് ടു ഇന്ത്യൻ രാഷ്ട്രീയം, നാഷണൽ പൊളിറ്റിക്സ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു ബ്രാഞ്ച് തന്നെ സമ്മാനിച്ച കർണാടകയിലെ പഴയ സംഭവ വികാസങ്ങൾ ഓർക്കുന്നില്ല ഗൈസ്? റിസോർട്ട് രാഷ്ട്രീയം അഥവാ ഓപ്പറേഷൻ താമര. ഭരണകക്ഷിയായ JDU-ന് പോലും അവരുടെ ഒരൊറ്റ MLA-മാരെ പോലും ഒളിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ കോൺഗ്രസ്സുകാർ വെറൈറ്റിയാണ് ഗൈസ്. ഓരോരോ MLA-മാരെ 2 ബസ്സുകളിൽ കുത്തിക്കയറ്റി കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ വഴി ഫുൾ കറക്കായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കുറെ റിസോർട്ടുകളിൽ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി.
റിസോർട്ടിലെ സീനാണ് അതിലും കോമഡി ആയിരുന്നു. കള്ളും കുടിച്ച് തമ്മിലടിച്ച് ഒരു MLA മറ്റൊരു MLAയുടെ തലയടിച്ച് പൊട്ടിക്കുന്നു. അങ്ങനെ പോകുന്നു ആടുത്ത സാഹസങ്ങൾ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സമയം മതിയാവില്ല. ഇനി ഗോവയിലെ കോൺഗ്രസിന്റെ കാര്യം. ഗോവയിലെ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞിട്ട് ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് ആലോചിച്ച് തല പുകയ്ക്കുന്ന സമയത്താണ് മോനെ സുഭാഷ് ശിരോദ്കറും ദയാനന്ദ് സോപ്തയും BJPയിലേക്ക് ചാടിപ്പോയത്. രണ്ടാളും കോൺഗ്രസ് MLAമാരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ? അതിപ്പോ ഏകദേശം ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങ് കാര്യമൊക്കെ മനസ്സിലായിണ്ടാവില്ലേ? ഇനി അസമിലെ കാര്യം. തരുൺ ഗൊഗോയുടെ വിശ്വസ്തനും ആരോഗ്യ വകുപ്പും പിന്നീട് വിദ്യാഭ്യാസ വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ഹിമാന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ BJPയുടെ കരുത്തുറ്റ പോരാളിയും തെരളിയുമാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇതോടുകൂടി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചാടിയ ആൾക്കാരുടെ ലിസ്റ്റ് ഒന്നും തീരുന്നില്ല. അതങ്ങനെ തീരാനും പോകുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള പ്രയാണം ഇതോടൊപ്പം തുടരുകയാണ് ഗൈസ്. അപ്പം ടാറ്റാ.